നിന്നിഷ്ടം പോലെ ആകണമേ. നിൻ സന്നിധ ഞാൻ താണിരിക്കും. നിൻ വചനമാം തണ്ണീരിനാ എന്നെ കഴുകി ശുദ്ധി ചെയ്യുക. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെതായ വചനമാകുന്ന തണ്ണീരിനാൽ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. അതിനുവേണ്ടി നിൻ്റെ ഇഷ്ടം പോലെ എന്നെ ആക്കണമേ. നിൻ്റെ സന്നദ്ധിയിൽ ഞാൻ താണിരിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോട് ഇന്ന് പകൽക്കാലം ദൈവവചനം ധ്യാനിക്കാം, പഠിക്കാം. ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ 2 ദിവസങ്ങളിലെയും പഠനങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി എന്നറിയുന്നതിലും അതിൽ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരും ആത്മീയമായിട്ട് വളർന്ന് ബലം പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ പ്രാപിച്ച് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിപ്പാനായിട്ട് ദൈവം നമ്മളെല്ലാം സഹായിക്കട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ സ്വർഗസ്ഥനായ ദൈവം മാറ്റിത്തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങാം. ഇന്ന് ഇതിനോട് ബന്ധപ്പെട്ടതായ ഒരു ഉദാഹരണത്തെ പഠിക്കുവാൻ, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്ന് വിജയം വരിച്ചതായ, സ്വസ്ഥത അനുഭവിച്ച, വിടുതൽ പ്രാപിച്ചതായ ഒരു രാജാവിൻ്റെ ചരിത്രത്തെ നമുക്കൊന്ന് പഠിക്കുവാനായിട്ട് നോക്കാം. ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം 2 ദിനവൃത്താന്തം 14-ാം അധ്യായം, 2 ക്രോണിക്കൽസ് ചാപ്റ്റർ 14. അതിൽ നമ്മൾ ഇപ്രകാരം ഒരു രാജാവിനെ പറ്റി വായിക്കുന്നു. ആസ എന്ന രാജാവിൻ്റെ ചരിത്രം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ആസായുടെ ചരിത്രത്തെ നമുക്ക് 2ആയിട്ട് കാണുവാൻ കഴിയും. ഒന്ന്, ദൈവത്തോട് പറ്റിച്ചേർന്ന് വിടുതലും സ്വസ്ഥതയും അനുഗ്രഹവും ഉയർച്ചയും പ്രാപിച്ച ഒരു കാലഘട്ടം. 2, ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങളെ പ്രാപിച്ചതിന് ശേഷം തന്നെത്താൻ നിഗളിച്ച് ദൈവത്തിൽ നിന്നും അകന്ന് മറ്റുള്ളതായ ലോകപ്രകാരമുള്ള രാജാക്കന്മാരിൽ ആശ്രയിച്ചതിൻ്റെ ഫലമായി രോഗബാധിതനായി പ്രത്യാശയില്ലാതെ നിരാശയോടെ തൻ്റെ ജീവിതം അവസാനിപ്പിച്ച ഒരു രാജാവിൻ്റെ ചരിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതേ പ്രിയമുള്ളവർ, ഇത് രാജാവിൻ്റെ ആദ്യത്തെ ഭാഗം നമുക്ക് ഒരു പ്രത്യാശയുടെ അനുഭവം തരുന്നുവെങ്കിൽ 2-ാമത്തെ ഭാഗം നമുക്കൊരു മുന്നറിയിപ്പാണ്, ഒരു വാണിംഗ് ആണ്. അതേ പ്രിയമുള്ളവർ, ഈ ദിവസങ്ങളൊക്കെ വചനം പഠിച്ച് കാര്യസാധ്യത്തിന് ശേഷം അനുഗ്രഹങ്ങളും വിടുതലും ഒക്കെ പ്രാപിച്ചതിന് ശേഷം ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് ദോഷമായി ഭവിക്കും എന്ന് ഈ രാജാവിൻ്റെ ചരിത്രം നമുക്ക് പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ല, നിത്യതയോളം നിലനിൽക്കുന്നതായ ഈ ദൈവിക സ്നേഹത്തിൽ പറ്റിച്ചേർന്ന് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വസിച്ച് ഈ ലോക ജീവിതം പൂർത്തിയാക്കി നിത്യതയിലും നമുക്ക് ആ ദൈവത്തോട് ചേർന്ന് വസിപ്പാനിടയായി തീരട്ടെ. നമ്മൾ ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. ആസ അവന് പകരം രാജാവായി. അവൻ്റെ കാലത്ത് ദേശത്ത് 10 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ഈ സ്വസ്ഥതയ്ക്ക് കാരണം എന്താണെന്നറിയാമോ? അതിൻ്റെ അടുത്ത, ആസ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവത്തിന് ഹിതവും പ്രസാദവുമായുള്ളത് പ്രവർത്തിച്ചപ്പോൾ അവന് ദൈവം വിടുതൽ കൊടുത്തു. ദൈവത്തോട് പറ്റിച്ചേർന്നപ്പോൾ ദൈവം വിളിച്ചു. എന്താണ് ദൈവത്തിന് പ്രസാദം? എന്താണ് ദൈവത്തിന് ഹിതം? നമ്മൾ 1 തെസ്സലോനിക്കർ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമോ ദൈവത്തിൻ്റെ ഹിതമോ നിങ്ങളുടെ ശുദ്ധീകരണമാണ്. നമ്മുടെ വിശുദ്ധ ജീവിതമാണ് ദൈവം ഏറ്റവും പ്രസാദിക്കുന്നത്. അപ്പോഴതിനെ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്താണ് ആസ തൻ്റെ ദൈവത്തിന് ഹിതമായിട്ട് ചെയ്തതായ വിശുദ്ധിയുടെ പ്രവൃത്തി? അവിടെ നമ്മൾ അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു. 3 തരത്തിലുള്ളതായ ശുദ്ധീകരണ പ്രക്രിയ അവിടെ നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. 1, അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞു. 2, സ്തംഭ വിഗ്രഹങ്ങൾ ഉടച്ച് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. 3 കാര്യങ്ങളാണ് അവിടെ ചെയ്തത്. 1, നീക്കിക്കളഞ്ഞു. 2, ഉടച്ചു കളഞ്ഞു. 3, വെട്ടിക്കളഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, ഇതിലൂടെ ഒരു ആത്മീയമായ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ മനസ്സിലാക്കിയ ഒരു ആത്മീയ അർത്ഥമാണ്. അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, ആത്മീയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ എത്ര മനോഹരമാണ് എന്ന് അത് കാണുവാനായിട്ട് കഴിയുന്നു. 1, അവിടെ പറയുന്നു, അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും ഒക്കെ നീക്കിക്കളഞ്ഞു. അതെ, നമ്മൾ അവിടെ കാണുന്നതോ നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളയണം. എന്താണ് ഇവിടെ? നമ്മൾ ഒരു കാലത്ത് സാത്താൻ്റെ അധീനതയിലും അല്ലെങ്കിൽ പിശാച് നമ്മളെ
കീഴ്പ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു, അടിമത്തത്തിലായിരുന്നു. എന്നാൽ നമ്മൾ ഇന്നലെയൊക്കെ ചിന്തിച്ചതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിലൂടെ അതിൽ നിന്നുമുള്ള ഒരു മോചനം വന്നു. ഒരുവൻ ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുമ്പോൾ, നമുക്കൊരു സ്ഥാനത്തൊരു വസ്തു ഇരിക്കുമ്പോൾ മറ്റൊരു വസ്തുവിനെ കൊണ്ടുവന്ന് അവിടെ വെക്കുമ്പോൾ ഈ പഴയത് നീങ്ങിപ്പോകുന്നു എന്ന് പറയുന്നത് പോലെ, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ പഴയ അന്യദേവന്മാർ, ബലിപീഠങ്ങളും പൂജാഗിരികളും ഒക്കെ നീങ്ങിപ്പോവുകയാണ്. അത് നമ്മുടെ ജന്മപാപത്തിൽ നിന്നുമുള്ളതായ മോചനം പ്രാപിച്ച് കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് കർത്താവിനെ അവിടെ നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനായി, സൃഷ്ടാവായിട്ട്, കർത്താവായിട്ടൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു അനുഭവമാണ് നീക്കിക്കളയുന്ന പ്രവൃത്തി. എന്നാൽ രണ്ടാമതായിട്ട് പറയുന്നു, സ്തംഭ വിഗ്രഹങ്ങളെ ഉടച്ചു കളഞ്ഞു. അതേ പ്രിയമുള്ളവരെ, ഉടച്ചു കളഞ്ഞു. അതിനെ നീക്കിയാൽ പോകത്തില്ല, വെട്ടിയാൽ പോകത്തില്ല. അത് ജീവിതത്തിൽ എന്താണ് ഈ സ്തംഭ വിഗ്രഹങ്ങൾ? എന്നെയും എൻ്റെ ദൈവത്തെയും തമ്മിൽ വേർതിരിക്കുന്നതായ, എൻ്റെ ഉള്ളിൽ വസിക്കുന്നതായ ക്രിസ്തുവിനെയും എന്നെയും വേർതിരിക്കുന്നതായ, എൻ്റെ ജഡീകമായ സുഖങ്ങൾക്ക് വേണ്ടി, നേട്ടത്തിനു വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി ഈ ലോകത്തിൽ ഞാൻ കണ്ടെത്തിയതായ ദൈവത്തിന് ഹിതമല്ലാത്ത മാർഗങ്ങളാണ് ഈ നമ്മൾ പറയുന്നതായ സ്തംഭ വിഗ്രഹങ്ങൾ. അതാണ് പലപ്പോഴും നമ്മളെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ വേർതിരിക്കുന്നത്, തടസ്സപ്പെടുത്തുന്നത്, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്താതിരിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് പറയാം, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപങ്ങളായ കാര്യങ്ങൾ, ആ ജഡികമായ സുഖത്തിനു വേണ്ടി, താൽക്കാലികമായ സുഖത്തിനു വേണ്ടി നമ്മൾ കണ്ടെത്തുന്നതായ മാർഗങ്ങളാണ് സ്തംഭ വിഗ്രഹങ്ങൾ. അല്ലെങ്കിൽ പെട്ടെന്ന് സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി കൈക്കൂലിയോ അല്ലെങ്കിൽ ദൈവത്തിന് ഹിതമല്ലാത്ത മാർഗത്തിലൂടെ പണം സമ്പാദിക്കുവാൻ നമ്മൾ കണ്ടെത്തുന്ന മാർഗങ്ങളൊക്കെയാണ് സ്തംഭ വിഗ്രഹങ്ങൾ. അങ്ങനെ ദൈവത്തിന് ഹിതമല്ലാത്ത പ്രവൃത്തികളെ നമ്മൾ ചെയ്ത്, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ചെയ്ത്, നമ്മുടെ താൽക്കാലികമായ അനുഗ്രഹത്തിനും നിലനിൽപ്പിനും വേണ്ടി കണ്ടെത്തുന്ന മാർഗങ്ങളാണ് സ്തംഭ വിഗ്രഹങ്ങൾ. അത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അത് നീങ്ങിപ്പോകത്തില്ല. അതിനെ ഉടച്ചു കളയണം. നീക്കി കളഞ്ഞു കഴിഞ്ഞാൽ, നീക്കി വെച്ചാൽ വീണ്ടും അത് എടുത്തു വെക്കുവാനുള്ളതായ സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, സ്തംഭ വിഗ്രഹങ്ങളാണെങ്കിൽ എന്നെയും എൻ്റെ ദൈവത്തെയും തമ്മിൽ വേർതിരിക്കുന്നതായ എന്തെങ്കിലും നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഉടച്ചു കളയണം. മൂന്നാമതായിട്ട് പറയുന്നു, അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം. അതേ പ്രിയമുള്ളവരെ, അത് നമ്മൾ കാണുന്നത് പോലെ ചെടികളൊക്കെ നമ്മൾ പലപ്പോഴും അതിനെ വെടിപ്പാക്കാറായിട്ടുണ്ട്. ആവശ്യമില്ലാതെ മുളച്ചു വരുന്നതായ കൊമ്പുകളെ നമ്മൾ വെട്ടി അതിനെ നല്ല വൃത്തിയാക്കാറായിട്ടുണ്ട്. അതെ, നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചില മാലിന്യങ്ങളൊക്കെ, മലിനതകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പാപങ്ങൾ കടന്നു, നമ്മൾ പോലും അറിയാതെ മുളച്ചു വരുന്നതായ പാപത്തിൻ്റെ വിത്തുകളെ അത് മുളയിലേ നമ്മൾ വെട്ടിക്കളയണം. നമ്മളൊക്കെ പറയാറായിട്ടില്ലേ, നമ്മുടെ ചില കുഞ്ഞുങ്ങളെപ്പറ്റി മാതാപിതാക്കൾ പറയാറായിട്ടില്ലേ, കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലായിരുന്നപ്പോൾ പള്ളിയിലൊക്കെ സജീവമായിരുന്നു, നല്ല ആത്മീയനായിരുന്നു. എന്നാൽ പഠിക്കുവാനും ജോലിക്കും വേണ്ടിയൊക്കെ വീട് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തിൽ നിന്നും അകന്നു. അതേ പ്രിയമുള്ളവരെ, പിശാച് അങ്ങനെയുള്ള ഇടങ്ങളിൽ പോകുന്നവരെ എന്താണ്, ഈ പാപത്തിൻ്റെ വിത്തുകളിട്ട് മുളച്ച് അവരെ ദൈവത്തിൽ നിന്നും അകറ്റുക. അപ്പോൾ നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റുന്നതായ, അങ്ങനെ മുളച്ചു വരുന്നതായ പാപത്തിൻ്റെ കൊമ്പുകളെ നമ്മൾ വെട്ടിക്കളയണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആസാ രാജാവ് ചെയ്തതായ ദൈവത്തിന് ഹിതവും പ്രസാദമുള്ള ഈ 3 പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ദേശത്തുനിന്ന് അശേര പ്രതിഷ്ഠകളെ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളെ, പൂജാഗിരികളെ നീക്കിക്കളഞ്ഞു, സ്തംഭ വിഗ്രഹങ്ങളെ ഉടച്ചു കളഞ്ഞു, അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. അപ്പോഴെന്ത് ദൈവം കൊടുത്തു എന്നറിയാമോ? ദൈവം എന്നിട്ട് യഹൂദയോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിക്കുവാനും ന്യായപ്രമാണവും കൽപ്പനയും അനുസരിച്ച് നടക്കുവാനും കൽപ്പിച്ചു. അത് ആസായുടെ ജീവിതത്തിലൊരു വലിയ വിടുതലായി മാറി. നമുക്കിന്ന് പകൽക്കാലം നമ്മളെ സമർപ്പിക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നീക്കിക്കളയേണ്ടതിനെ നീക്കുവാൻ, വെട്ടിക്കളയേണ്ടതിനെ വെട്ടിക്കളയുവാൻ, ഉടച്ചു കളയേണ്ടതിനെ ഉടച്ചു കളഞ്ഞ് ശുദ്ധിയോടെ ദൈവത്തിന് ഹിതവും പ്രസാദമുള്ള പ്രവൃത്തി ചെയ്ത് അങ്ങേ പ്രസാദിപ്പിച്ച് ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും വിടുതലും പ്രാപിച്ച് ഞങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണം. ഇന്ന് പകൽക്കാലം എല്ലാവരെയും അവരുടെ പ്രവർത്തന മേഖലകളിലും ആയിരിക്കുന്നിടങ്ങളിലും അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.